Twins News. നമസ്കാരം, ബ്രില്യന്റ് എൻട്രൻസ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക്. CMC വെല്ലൂരിൽ MBBS-നും BSc നഴ്സിംഗിനും അപേക്ഷകൾ ക്ഷണിച്ചു. JEE മെയിൻ ആദ്യ സെഷൻ റിസൾട്ട് പ്രഖ്യാപിച്ചു. ബ്രില്യന്റിലെ വിദ്യാർത്ഥി ഈ വർഷവും കേരളത്തിലെ ഒന്നാമൻ. പൂനെ ഗോഖലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പൊളിറ്റിക്സ് ആൻഡ് എക്കണോമിക്സിൽ CUET സ്കോർ അനുസരിച്ച് പ്രവേശനം. ഇന്ത്യയിലെ സ്വകാര്യ മേഖലയിലെ ഏറ്റവും മികച്ച മെഡിക്കൽ കോളേജായ CMC വെല്ലൂരിൽ MBBS-നും BSc നഴ്സിംഗിനും ഇപ്പോൾ അപ്ലൈ ചെയ്യാം. വിശദമായ റിപ്പോർട്ട് കാണാം. MBBS, BSc നഴ്സിംഗ് ഉൾപ്പെടെയുള്ള കോഴ്സുകളിലേക്കാണ് CMC വെല്ലൂരിൽ ഇപ്പോൾ അപേക്ഷകൾ ക്ഷണിച്ചിരിക്കുന്നത്. MBBS-ന് പ്രവേശനം നീറ്റ് റാങ്കിന്റെ അടിസ്ഥാനത്തിലാണ്. ഓപ്പൺ വിഭാഗത്തിനും ക്രിസ്ത്യൻ വിഭാഗത്തിനും 2 സീറ്റുകളാണ് ഉള്ളത്. കൂടാതെ ജേക്കബൈറ്റ്, മർത്തോമ, CSI ഉൾപ്പെടെ 62ഓളം വിഭാഗങ്ങൾക്ക് മൈനോറിറ്റി സീറ്റുകളുമുണ്ട്. അഡ്മിഷൻ ലഭിക്കുവാൻ നീറ്റ് എക്സാം എഴുതുകയും ഒപ്പം CMC വെല്ലൂരിന്റെ പ്രവേശന നടപടികൾ പാലിക്കുകയും വേണം. ഓപ്പൺ വിഭാഗമാണ് എങ്കിൽ നേരിട്ട് അപ്ലൈ ചെയ്യണം. റിസർവേഷൻ ഇല്ലാത്ത ക്രിസ്ത്യൻ വിഭാഗമാണ് എങ്കിൽ പ്രോസ്പെക്ടസിന്റെ അനക്ഷർ 4ഉം 6ഉം ബാപ്റ്റിസത്തിന്റെ ഡോക്യുമെന്റ്സും ഏപ്രിൽ 1-ന് മുൻപായി അയച്ചു കൊടുക്കണം. ജേക്കബൈറ്റ്, മർത്തോമ, CSI പോലുള്ള വിഭാഗങ്ങളാണ് എങ്കിൽ അവരുടെ ബൈബിൾ ടെസ്റ്റും അറ്റൻഡ് ചെയ്യണം. നീറ്റ് റിസൾട്ട് വന്നതിന് ശേഷം എല്ലാ വിഭാഗക്കാരും TN മെഡിക്കൽ സെലക്ഷൻ വഴി MBBS-ന്റെ മാനേജ്മെന്റ് കോട്ടയ്ക്ക് അപ്ലൈ ചെയ്യുകയും ഓപ്ഷൻ കൊടുത്ത് പ്രവേശനം നേടുകയും ചെയ്യണം. 55,000 രൂപ മാത്രമാണ് MBBS-ന് വാർഷിക ഫീസ് വരുന്നത്. CMC വെല്ലൂർ admissions.in എന്ന വെബ്സൈറ്റിൽ മാർച്ച് 28 വരെ അപ്ലൈ ചെയ്യാം. ആവശ്യമായ ഡോക്യുമെന്റ്സ് ഏപ്രിൽ 1-ന് മുൻപായും അയച്ചു കൊടുക്കണം. BSc നഴ്സിംഗിനും പാരാമെഡിക്കൽ കോഴ്സുകൾക്കും CMC വെല്ലൂരിന്റെ പ്രത്യേക പരീക്ഷയാണ് ഉള്ളത്. അതിനായി പ്രത്യേകം അപ്ലൈ ചെയ്യണം. എന്നാൽ ഒരു വിദ്യാർത്ഥിക്ക് ഒറ്റ ആപ്ലിക്കേഷനിലൂടെ നഴ്സിംഗിനും MBBS-നും അപ്ലൈ ചെയ്യാൻ സാധിക്കും. പക്ഷേ ആപ്ലിക്കേഷൻ ഫീ കൂടുതലായിരിക്കും. 2025-ലെ JEE മെയിൻ ആദ്യ സെഷൻ പരീക്ഷാഫലം പുറത്തു വന്നപ്പോൾ പാലാ ബ്രില്യന്റ് സ്റ്റഡി സെന്ററിന് ഉജ്ജ്വല വിജയം. 99.99605001% സ്കോറോടെ ബ്രില്യന്റിലെ അക്ഷയ് ബിജു കേരളത്തിലെ ഒന്നാമനായി. റിപ്പോർട്ടിലേക്ക്. 99.99605001% സ്കോറോടെയാണ് ബ്രില്യന്റിലെ വിദ്യാർത്ഥിയായ കോഴിക്കോട് സ്വദേശി അക്ഷയ് ബിജു കേരളത്തിൽ ഒന്നാമനായത്. 99.978575 സ്കോറോടെ ഗൗതം വാത്യാത്ത്, 99.97292220 സ്കോറോടെ ആദിത്യ രതീഷ് എന്നീ ബ്രില്യന്റിലെ വിദ്യാർത്ഥികളും കേരളത്തിലെ 2ഉം 3ഉം സ്ഥാനങ്ങൾ കരസ്ഥമാക്കി. മിഷാൽ ഷെരീഫ് M, ഹരിഗോവിന്ദ് R, റൈഹാൻ സലീം, മിലൻ ജോസ്, മഹാദേവൻ, ഹരികൃഷ്ണൻ ബൈജു, ഹരിനന്ദ് SK, ഡാനി ഫിറോസ്, ഹരിത് ശ്യാം, ജസിൻ ജോയൽ, ജിതിൻ ദേവസ്യ എന്നിവരുൾപ്പെടെ ബ്രില്യന്റിലെ 16 വിദ്യാർത്ഥികൾ 99.9% സ്കോറിന് മുകളിൽ സ്കോർ ചെയ്തു. 300ഓളം വിദ്യാർത്ഥികൾ 99% സ്കോറിന് മുകളിൽ സ്കോർ ചെയ്തു. 25-ലധികം വിദ്യാർത്ഥികൾക്ക് വിവിധ വിഷയങ്ങളിൽ 100% സ്കോർ നേടാൻ സാധിച്ചു. 98% മുകളിൽ ബ്രില്യന്റിൽ നിന്നും 670 വിദ്യാർത്ഥികളും 96% മുകളിൽ 863 വിദ്യാർത്ഥികളും 95% മുകളിൽ 1250 വിദ്യാർത്ഥികളും ഇടം നേടി. ഇതോടെ 2025-ലെ ആദ്യത്തെ എൻട്രൻസ് പരീക്ഷയിൽ അഭിമാന വിജയം നേടിയതിന്റെ ആവേശത്തിലാണ് ബ്രില്യന്റ് കുടുംബം. ഇന്ത്യയിലെ പ്രമുഖ സ്ഥാപനമായ പൂനെയിലെ ഗോഖലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പൊളിറ്റിക്സ് ആൻഡ് എക്കണോമിക്സിൽ ഡിഗ്രി PG പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. 2025-ലെ CUET UG PG സ്കോർ ഉപയോഗിച്ചായിരിക്കും പ്രവേശനം. ഈ വർഷത്തെ പ്രവേശനത്തിനുള്ള അപേക്ഷ ജൂൺ 15 വരെ സ്വീകരിക്കും. BSc എക്കണോമിക്സിന് 150 സീറ്റുകളിലേക്ക് CUET UG സ്കോർ പരിഗണിച്ചായിരിക്കും അഡ്മിഷൻ. 60% മാർക്കോടെ +2 പാസ്സായിരിക്കണം. MSc MA കോഴ്സുകളിലേക്ക് CUET PG സ്കോറും പരിഗണിക്കും. വിവരങ്ങൾക്ക് exams.nda.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാം. ഇതോടുകൂടി ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകളുമായി വീണ്ടും കാണാം. നന്ദി.